യഥാർത്ഥ വിധിയിലേ വിശ്വസിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒന്നുമല്ല വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിനൊക്കെ കൂടുതൽ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഫീൽഡിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഓർഗനൈസേഴ്സുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും. എക്സിറ്റ് പോളുകളെ അതിജീവിക്കുന്ന വിജയമായിരിക്കും. എക്സാക്ട് ഇതിനേക്കാൾ വലിയ വിജയമായിരിക്കും ഉണ്ടാകും. 100 എന്നുള്ളതായിരുന്നല്ലോ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ണൂരിലടക്കം അത്ഭുതങ്ങൾ ഉണ്ടാവും. അല്ല 100 എന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ലല്ല, ഞങ്ങൾ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെയാണ് എക്സിറ്റ് പോളുകളെ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എടുക്കുന്ന നിലപാട് തന്നെയാണ്. എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ മാത്രം വെച്ചിട്ടല്ല ഫലങ്ങൾ വരാറുള്ളത്. അത് കൃത്യമായിട്ടും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ കേരളത്തിലെ ഫലങ്ങൾ വെച്ച് മാത്രമല്ല. ഈ എക്സിറ്റ് പോളിന്റെ ഒരു വലിയ തരംഗം UDF തരംഗം കാണുന്നില്ല, അതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ടത് തരംഗം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ വികാരം, ഇന്ദിരാ ഗ്യാരണ്ടിയോടുള്ള ഏറ്റവും ശക്തമായ പ്രതിബദ്ധത, അതൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ 4 ദിവസത്തെ കാര്യമുള്ളൂ, 4 ദിവസമില്ല, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് വരുന്നവരെ കാത്തിരിക്കാം. നമ്മളിതിനകത്ത് തലമുണ്ടാക്കുന്ന കാര്യം 4-ാം തീയതി ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ UDFനെ വീണ്ടും വിമർശിച്ചു. ഞാൻ അത്തരം കാര്യം ഞങ്ങളിപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനമാണ്, AICCയുടെ നിർദ്ദേശമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതനുസരിച്ച് മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ല. കണ്ണൂരും കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാദം നിലനിൽക്കുന്നത് ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അയച്ചൊരു കത്ത് സംബന്ധിച്ചാണ്. അങ്ങനെ ഒരു കത്ത് സത്യത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ? അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞതല്ലോ. അത് കഴിഞ്ഞ ദിവസം K സുധാകരന്റെ അടുത്ത KPCC പ്രസിഡന്റിന്റെ ഒന്നും കത്തിനൊന്നും വിവാദമില്ല. പോലീസ് അന്വേഷിക്കുന്നത് കോൺഗ്രസിലെ ആളുകൾ തന്നെയാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത്. വരട്ടെ എന്താ വരണം പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചോദിക്കാത്തത് ആരാകും ചോദിക്കണം. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദിക്കണം. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ വൺ സൈഡഡ് ആവാതെ നിങ്ങൾ കൃത്യമായിട്ട് വൺ സൈഡഡ് ആവാതെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പൊ ആരാണ് ഇനിയുള്ള കാലം അവരെ നിയമസഭയിൽ നയിക്കുന്നത്? അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെർട്ടിനന്റ് ചോദ്യം. അത് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല. ആളുകള് അമ്പലത്തിലൊക്കെ ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. The crown of fine jewelry. Sona Gold Diamonds and Jewelers.